കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും മറ്റ് ആസ്പത്രികളിലും പലപ്പോഴും അശ്രദ്ധയുടെ ഫലമായിട്ട് രോഗികളുടെ മരണവും അതുപോലെ രോഗികൾക്ക് അനാവശ്യമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വളരെ കൂടുന്നു എന്ന പരാതി വർദ്ധിച്ചു വരികയാണ്. ഈയിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണു എന്നൊരാൾ മരിക്കാൻ ഇടയായി. അതിനുശേഷം ശിവപ്രിയ എന്നൊരു സ്ത്രീ അവരുടെ പ്രസവത്തിന് ശേഷം അവിടെ നിന്ന് ബാധിച്ച അണുബാധ കൊണ്ട് മരിക്കാൻ ഇടയായിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ എനിക്ക് തന്നെ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം എനിക്ക് പറയാൻ പറ്റും. 2001 എനിക്ക് ഒരു എമർജൻസി, അത് വയറിന് ഒരു സർജറി വേണ്ടി വന്നു. രാത്രിയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഡോക്ടറെ വിളിച്ച് ഞാൻ പറഞ്ഞു. അവിടെ എമർജൻസിയിൽ ചെന്നപ്പോൾ അവിടെയുള്ള സ്ട്രെച്ചറുകൾ മുഴുവൻ രക്തം നിറഞ്ഞതാണ്. ഏറ്റവും രക്തം കുറഞ്ഞ ഒരു സ്ട്രെച്ചർ നോക്കി ഞാൻ കിടന്നു. അവരെന്നെ കൊണ്ടുപോയി. അതിനുശേഷം അപ്പോഴേക്കും ഡോക്ടറേക്ക് എത്തി എന്നെ വീണ്ടും കുറേ കൂടി നല്ല സ്ഥലത്തേക്ക് മാറ്റി. ആ സർജറിക്ക് 8 ദിവസം ആസ്പത്രിയിൽ കിടക്കണമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ 8ാമത്തെ ദിവസം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഡോക്ടറെല്ലാം വളരെ നന്നായിട്ട് ചെയ്തു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അണുക്കൾ മൂലം ആ മുറിയിലും, അത് പേവാർഡിലായിരുന്നു എന്നുകൂടി ഓർക്കുക, ആ അണുക്കൾ മൂലം എൻ്റെ വയറിൽ വീണ്ടും അണുബാധയുണ്ടാകുകയും അത് 10 ദിവസം കൂടി ട്രീറ്റ് ചെയ്ത് മാറി. വാസ്തവത്തിൽ അത് ഒരു പെരിറ്റോണിറ്റിസ് ആയി പോയിരുന്നെങ്കിൽ ഞാൻ അവിടെ വെച്ച് തന്നെ തീർന്നു പോയാൻ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം, അതായത് ശുചിത്വമില്ലായ്മ മെഡിക്കൽ കോളേജുകളിൽ കാര്യമായിട്ടുണ്ട്. അതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന്, വളരെയധികം ജനങ്ങളാണ് മെഡിക്കൽ കോളേജുകളിൽ, അതൊരു റെഫറൽ ആസ്പത്രിയാണെന്നത് കണക്കാക്കാതെ എല്ലാ രോഗങ്ങൾക്കും ചികിത്സിക്കാൻ വരുന്നത്. അത് എൻ്റെ ബാഹുല്യം. ഒരു ഡോക്ടർക്ക് നോക്കാനുള്ള രോഗികളുടെ എണ്ണം ആ ഡോക്ടർക്ക് നോക്കാൻ സാധിക്കുന്നതിലും വളരെ അധികമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പൂർണ്ണമായ ശ്രദ്ധ ഒരു രോഗിയിൽ കേന്ദ്രീകരിക്കാനായിട്ട് ഡോക്ടർമാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. 2, അവിടെ ഉണ്ടാകുന്ന പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ എണ്ണം അത് ശരിയായ രീതിയിലല്ല. അതുമാത്രമല്ല, അവിടെയുള്ള വളരെയധികം പേർ പിൻവാതിൽ നിയമനം നേടിയവരും അവരെല്ലാം പാർട്ടിയുടെ വർക്ക് നോക്കുന്നവരും അവരൊക്കെ പലപ്പോഴും ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ആയിരിക്കും. അവർക്ക് ഇത് വൃത്തിയാക്കുന്ന കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല. അവിടെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ പ്രിൻസിപ്പാളിനോ സൂപ്രണ്ടിനോ ആ ഡിസിപ്ലിൻ നടപ്പാക്കാനായിട്ട് യാതൊരു സാധ്യതയുമില്ലാത്തൊരു സ്ഥലമാണ്. മാത്രമല്ല, ഇപ്പോൾ MLA-മാരും കൗൺസിലർമാരും എല്ലാവരും ഇടപെട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നോക്കുകുത്തികളായിരിക്കേണ്ട ഒരു ഗതികേടിലാണ് പലപ്പോഴും സൂപ്രണ്ടും പ്രിൻസിപ്പാളും ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ വ്യാപകമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പിന്നെ അവിടേക്ക് ആവശ്യമായ സാധനങ്ങൾ കിട്ടുന്നില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. ആവശ്യമായ സമയത്ത് കിട്ടുന്നില്ല, മരുന്ന് കിട്ടുന്നില്ല. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അത് ഡോക്ടർ ഹാരിസ് അടുത്ത കാലത്ത് വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. അതും സത്യമാണ്. പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന ഈ മരണങ്ങളും അതുപോലുണ്ടാകുന്ന സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം ജനങ്ങൾക്ക്, അത് എങ്ങനെ നിർത്തണം എന്നതിനെ പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല. തീർച്ചയായിട്ടും അതിന് പദ്ധതികൾ ഉണ്ടാകണം. തീർച്ചയായിട്ടും അതിനുള്ള ആവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റ് സംവിധാനങ്ങളും അവിടെ ഒരു ഡോക്ടർക്ക് പരമാവധി ചികിത്സിക്കാവുന്ന രോഗികളുടെ എണ്ണവും ഒക്കെ നിജപ്പെടുത്തണം. ഇതുപോലെ തന്നെ കോഴിക്കോട് ആസ്പത്രിയിലും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ സർജറിക്ക് ശേഷം കത്രിക വയറിൽ വെച്ച് മറക്കുക, അതുപോലെ നെഞ്ചിൽ ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം നൂല് അവിടെ ഇരുന്ന് മറക്കുക, ഇതുപോലുള്ള വളരെ ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഇതിൽ ചെയ്യാൻ പറ്റാവുന്നത്, ഇതിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇപ്പോൾ അതായത് മെഡിക്കൽ കോളേജുകളിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു എങ്കിൽ അത് തെളിയിക്കാനുള്ള രേഖ വേണം. ഇപ്പം മരുന്ന് വാങ്ങാനായിട്ടുള്ള പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെ പേവാർഡുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൺസ്യൂമർ കോടതിയിൽ, ജില്ലാ കൺസ്യൂമർ കോടതിയിൽ അതിന് ഡാമേജിന് വേണ്ടി കേസ് കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, പെർമനന്റ് ലോക് അദാലത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ നഗരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ഓരോ മേഖലയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ തിരുവനന്തപുരം മേഖലയുടെ അഡ്രസ്സ് ഓൺലൈനായിട്ട് അതിൽ പരാതികൾ ഇമെയിലായിട്ട് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് താഴെ പറയുന്നതാണ്: dlsa.tirunavaram@yahoo.com dlsa.tirunavaram@yahoo.com എന്നതിൽ കൊടുത്താൽ കൃത്യമായിട്ട് അത് കിട്ടും. അപ്പോൾ ഇത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി, ഡിസ്ട്രിക്ട് കോർട്ട് ബിൽഡിംഗ്സ്, ADR സെന്റർ, വഞ്ചിയൂർ, തിരുവനന്തപുരം 35. ഇതാണ് അതിൻ്റെ തിരുവനന്തപുരത്തെ അഡ്രസ്സ്. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി, ഡിസ്ട്രിക്ട് കോർട്ട് ബിൽഡിംഗ്സ്, ADR സെന്റർ, വഞ്ചിയൂർ, തിരുവനന്തപുരം. ഈ അഡ്രസ്സിലും നമുക്ക്
പെർമനന്റ് ലോ അദാലത്തിന് 1 കോടി രൂപ വരെയുള്ള ഡാമേജസ് കൊടുക്കാൻ അവർക്ക് അധികാരമുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത അവർ വിധിക്കുന്ന വിധിക്കെതിരെ അപ്പീലൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് 2 കാര്യം കഴിഞ്ഞാൽ അടുത്തത് മൂന്നാമത് ഒരു ക്രിമിനൽ കോർട്ടിൽ പോകാം. ക്രിമിനൽ കോർട്ടിൽ പോകുന്നതിന് BNS 106 പ്രകാരം ഉള്ള വകുപ്പുകൾ അനുസരിച്ച് ക്രിമിനൽ കേസായിട്ട് അത് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് പോലീസാണ് അന്വേഷിക്കേണ്ടത്. അതിന് സുപ്രീം കോടതി വിവിധ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയുന്നതാണ്. ഇതുകൂടാതെ സിവിൽ കോടതിയിൽ പോകാം. സിവിൽ കോടതിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് 10% നമ്മൾ ആവശ്യപ്പെടുന്ന തുകയുടെ 10% കെട്ടിവെച്ച് വേണം അവിടെ സിവിൽ കോടതിയിൽ ഡാമേജസിന് കേസ് കൊടുക്കാൻ. അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധിക്കും. അപ്പോൾ ഇത് കൂടാതെ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ പോകാൻ സാധിക്കും. അത് ആർട്ടിക്കിൾ 226 അനുസരിച്ച് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 227 അനുസരിച്ച് ഹൈക്കോടതിയിൽ 226 അനുസരിച്ചേ പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ കൊടുക്കാനും സാധിക്കും. അത് കൂടാതെ 5ാമതായിട്ട് ഇതിലിപ്പോൾ ഡോക്ടർക്കെതിരെയുള്ള കാര്യങ്ങൾക്ക് അവരുടെ അതോറിറ്റിക്ക് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന് പരാതി കൊടുത്താൽ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാനേ മാത്രമേ അവർക്ക് സാധിക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ ലൈസൻസും അതുപോലുള്ള കാര്യങ്ങളും സംബന്ധിച്ച കാര്യങ്ങളാണ് അത് ചെയ്യാൻ സാധിക്കുക. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ഫെയിൽഡ് ട്രീറ്റ്മെൻറ്റ് പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രം അതൊരു കുറ്റമാകുന്നില്ല. അതിലുള്ള മറ്റു വസ്തുതകൾ പരിശോധിക്കണം എന്നുള്ളതാണ്. അതിലൊരു ഗ്രോസ് നെഗ്ലിജൻസ്, കാര്യമായ അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടോ, ആ അശ്രദ്ധ കൊണ്ട് ഒരു ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതൊരു 3 പാർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഡ്യൂട്ടി ടു കെയർ. അപ്പോൾ ഡ്യൂട്ടി അത് ശ്രദ്ധിക്കാനായിട്ട് ഒരു ബാധ്യത, നിയമബാധ്യത ഉണ്ടായിരിക്കുക. ആ നിയമബാധ്യത ബ്രീച്ച് ചെയ്യുക, അത് ചെയ്യാതിരിക്കുക. അതിൻ്റെ പ്രതിഫലനമായിട്ട് അതിന് ഒരു ഡാമേജ് ഉണ്ടാകുക എന്നുള്ള 3 വസ്തുതകൾ കണക്കാക്കിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ഏത് സ്റ്റാൻഡേർഡാണ് അത് ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്നുള്ള എന്തുമെല്ലാം വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതിൽ സുപ്രീം കോടതി പറയുന്നത് റെസ് ഇപ്സ ലൊക്കേറ്റർ, അതായത് ദ തിങ് സ്പീക്സ് ഓഫ് ഫോർ ഇറ്റ് സെൽഫ് എന്ന് നമുക്ക് നേരെ അങ്ങോട്ട് പറയാൻ പറ്റില്ല. അതിനുള്ളിൽ പരിശോധന നടത്തണം. ഇമ്പോർട്ടൻസ് ഓഫ് എവിഡൻസ്, അതിൻ്റെ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനൊരു ബാലൻസിങ് ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഡോക്ടർമാർക്കൊന്നും ജോലി ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമമാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ BNS 106 വരുന്ന കാര്യങ്ങൾ വളരെ ക്ലിപ്തമായിട്ട്, വളരെ ക്ലിയറായിട്ട്, വ്യക്തമായിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല ഒരു കാര്യം ഇപ്പം ഞാൻ ഈ കണ്ട കേസുകളിലും അതുപോലെ നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കണ്ട കേസുകളിലൊക്കെ കോഴിക്കോടുള്ള പെർമനന്റ് ലോക അദാലത്തിലും അതുപോലെ ഈ തിരുവനന്തപുരത്തുള്ള പെർമനന്റ് ലോക അദാലത്തിലും പരാതി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 1 കോടി രൂപ വരെയുള്ള കോമ്പൻസേഷൻ കിട്ടാൻ വരെ സാധ്യതയുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഉപയോഗിക്കേണ്ടതാണ്. കാരണം ഇത്തരം ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മറ്റു മനുഷ്യർക്കോ ഇപ്പോൾ മുറിച്ച് മാറ്റപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്, വലത് കൈ മാറ്റിയ ഒരു കൊച്ചു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ജീവിതം മുഴുവൻ കഴിയണ്ടേ? തീർച്ചയായിട്ടും അതിന് 2 ലക്ഷം രൂപ പരിഹാരമല്ല. അത് പെർമനന്റ് ലോക അദാലത്തിൽ ഞാൻ ഈ പറഞ്ഞ അഡ്രസ്സിൽ പോകണം. തിരുവനന്തപുരം മഞ്ചിയൂർ കോടതി കോംപ്ലക്സിലാണ് അതുള്ളത്. അവിടെ പോയിട്ട് തീർച്ചയായിട്ടും അതിന് കോമ്പൻസേഷന് വേണ്ടി കേസ് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നടക്കാവുന്ന ഒരു കാര്യമാണത് എന്നുകൂടി മനസ്സിലാക്കുക. അവിടെ ഓൺലൈനായിട്ട് വരെ പരാതികൾ കൊടുക്കാം. ആ ഓൺലൈൻ അഡ്രസ്സാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം ഇത് ഒരു ഭാഗത്തിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഡോക്ടർമാർക്ക് അവരുടേതായ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് അവർക്ക് നൽകേണ്ട സൗകര്യങ്ങൾ നൽകുന്നില്ല. ആളുകളുടെ എണ്ണം കുറവാണ്, ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്, മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറവാണ്. അവിടെ സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അണുബാധ ഉണ്ടാകുന്നത്. അണുബാധ ഉണ്ടാകുക ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നത് അചിന്ത്യമായ ഒരു കാര്യമാണ്. പക്ഷേ എനിക്കടക്കം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ പെർമനന്റ് ലോക അദാലത്തിൽ ഒന്ന് സമീപിച്ച് നോക്കുക. മറ്റ് 4-5 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടി ശ്രദ്ധിക്കുക.